താനെന്താ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നത്? കാബറെ ആർട്ടിസ്റ്റ് സ്വപ്നം കാണരുത്, അവർക്കതിന് അവകാശമില്ല. സ്വൈര്യം കെടുത്താതെ ഒന്ന് പോയെന്റെ സൂസി. ഞാൻ ആരും സ്വൈര്യം കെടുത്തുന്നില്ല. തന്റെ മട്ടും മാതിരിയും കണ്ടിട്ട് പറഞ്ഞു പോയതാ. ശരീരത്തിന്റെ കൊഴുപ്പ് തീർന്നാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. പിന്നെയേ അതും ഇത് ഓർത്തിരുന്ന് നെടുവേർപ്പിട്ടിട്ട് കാര്യമില്ല. സ്നേഹത്തിനും പരിശുദ്ധിക്കും ഒരു വിലയുമില്ല. ഇവിടെ എല്ലാം കച്ചവടമാണ്. രക്തം രക്തത്തോട് രൂപയാണ് പൈസയായി കണക്ക് പറയും. ഇല്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല സൂസി. ഹലോ വിക്രമൻ, നിനക്കെന്നെ മനസ്സിലായില്ലേ? പ്രതാപൻ. സോ വാട്ട്? ഓർമ്മയില്ലേ, ഒരിക്കൽ കോളേജിൽ വെച്ച് നീ എന്നെ പൊതുരെ തല്ലിയിട്ടുണ്ട്. ഐ എം സോറി. ഒരുപാട് പ്രതാപന്മാരെ ഞാൻ തല്ലിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നിന്റെ പഴയ കാമിമാരൊക്കെ ഇപ്പൊ എവിടെയാണ്? ലീവ് മീ അലോൺ പ്ലീസ്. ഞാൻ ഓർത്തു പോവുകയാണ്, നീ എത്ര പുരാണ കഥകളിലെ വീരനായകനായിരുന്നു. കാന്റ് യു ലീവ് മീ അലോൺ മിസ്റ്റർ പ്രതാപൻ? ഞാൻ നിന്നെ പാട്ടിന് വിട്ടേക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം. ഡു യു റിമെമ്പർ അറ്റ്ലീസ്റ്റ് നിർമ്മല? ഐ സെഡ് ലീവ് മീ അലോൺ. ക്യാബറെ ആർട്ടിസ്റ്റിന്റെ ശരീരത്തോടാണ് എല്ലാവർക്കും സ്നേഹം. അവരുടെ പാവം മനസ്സ് കാണാൻ ആർക്കും കണ്ണില്ല. രാമേട്ടന് കേൾക്കണോ മിസ് മാഗിയുടെ കഥ? ഒരു കാലത്ത് ക്യാബറെ ആർട്ടിസ്റ്റുകളുടെ റാണിയായിരുന്നു മിസ് മാഗി. വലിയ പ്രമാണിമാർ അവർക്ക് വേണ്ടി പണം വാരിയെറിയുമായിരുന്നു. ഇപ്പോഴവർക്ക് വയസ്സായി. ഒറ്റ കുഞ്ഞില്ല തിരിഞ്ഞു നോക്കാൻ സ്വന്തക്കാര് പോലും. ഈയിടെ എന്റെ അടുക്കൽ വന്നു 10 രൂപ കടം ചോദിക്കാൻ. ഈ കഥ ഇപ്പോൾ ഓർക്കാൻ കാരണം സ്വപ്നയുടെ മനസ്സ് എനിക്കിപ്പോ നന്നായി കാണാം. പക്ഷേ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. കാബര ആർട്ടിസ്റ്റുകളോട് സിംഗരിക്കാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്താണ് ഒന്നും മിണ്ടാത്തത്? അവന്റെ ഒരു നോട്ടം, അഹങ്കാരം കാണിച്ചാൽ കഴുത്തിന് പിടിച്ച് പുറത്തുള്ളൂ, അറിയാമോ? നിനക്കെന്താ അവളോട് ഇത്ര കുശൂഷിക്കാനുള്ളത്? അവൾ നിന്റെ ആരാ? അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോ. അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. എന്താ പറഞ്ഞത്? ഇഷ്ടം പോലെ ചെയ്യാൻ നിന്റെ തന്ത്ര പറയാം. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കണ്ട തെണ്ടികളെയൊക്കെ വിളിച്ച് ജോലി കൊടുത്തതിന്റെ ദോഷം. സാർ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരനാണ്, അടിമയല്ല. അഭിമാനം എല്ലാവർക്കും വലുതാണ് സാർ. നിങ്ങളൊന്ന് പേടിപ്പിക്കരുത്. വിറക് വെട്ടിയോ ചുമന്നോ ഞാൻ ജീവിച്ചോളാം. കമരേ മേ ബന്ധു ഹോ. അറിഞ്ഞോ, മാനേജരും രാമുവും തമ്മിലൊന്ന് കോർത്തു. ഈ രാമുവിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്താ കാര്യം? രാമുവും സ്വപ്നയുമായി എന്തോ അടുപ്പമുണ്ടെന്ന്. നേരാണോ? നേരാണോ എന്ന് ചോദിച്ചാ തീയില്ലാതെ പുക ഉണ്ടാവുമോ? കഷ്ടം. സ്വപ്നം പ്രേമിക്കാൻ കണ്ട ഒരാള് ഇവൾ ഇത്ര മണ്ടിയായി പോയല്ലോ. അല്ല, അതിനിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരേടാകൂടം. പെട്ടുപോയാ പിന്നെ വിഷമിച്ചു. പോളിന് വലിയ നിശ്ചയമാണെന്ന് തോന്നുന്നല്ലോ. ചേടാ, എന്ന് വെച്ചാൽ ഞാനും ഒരാണല്ലേ. എന്നിട്ട് രാമു എവിടെ? അവിടെ എവിടെങ്കിലും കാണും. എന്തിനാ രാമുനെ അന്വേഷിക്കുന്നത്? വല്ല കുഴപ്പമുണ്ടാക്കി വെക്കണോ? എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ യാത്ര പറയാൻ വന്നതാണ്. എവിടെ പോയാലും ജീവിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തോന്നുന്നു കാണേണ്ടിയിരുന്നില്ലെന്ന്. മറ്റൊരു മുറിവോടി ഹൃദയത്തിൽ. ഹൃദയം ഒരു ശാപമാണ്.
മനുഷ്യരെ സ്വത്തും പണവും കൊണ്ട് അളക്കുന്ന ഈ ലോകത്തിൽ അതില്ലാതിരിക്കുകയായിരുന്നു ഭേദം. രാമേട്ടനെങ്കിലും രക്ഷപ്പെടൂ. എനിക്ക് ഈ തടവറയിൽ നിന്നും മോചനമില്ല. സ്വപ്ന അത് ആഗ്രഹിക്കാനിട്ടാണ്. എനിക്ക് വാഗ്ദാനങ്ങളൊന്നും തരാനില്ല. എന്റെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ സ്നേഹിക്കുന്ന ആളിന്റെ കൈപിടിച്ച് ലോകത്തിന്റെ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതിന് സ്വാതന്ത്ര്യമില്ല രാമേട്ട. ഒരു കുടുംബം മുഴുവൻ എന്റെ തണലിലാണ്. അവർക്കും മറ്റാരുമില്ല. എന്റെ വിധി ഇതാണ്. ഒരിക്കൽ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇനി ഒരിക്കലും കാണാനൊത്തില്ലെങ്കിലോ? പോട്ടെ. ബിലീവ് മീ പ്രതാപൻ, ഇന്ന് ഞാൻ സോബറാണ്. നിനക്ക് എന്തെങ്കിലും സോബറാവാൻ കഴിയുമോ? ഇന്നേക്ക് 4 ദിവസമായി ഞാൻ ലഹരി തൊട്ടിട്ട്. അതുകൊണ്ട് എന്താ ബലം? എന്തെങ്കിലും നിന്റെ ഹാങ് ഓവർ മാറി കിട്ടുമോ? ഐ എം ട്രൈങ് ടു കറക്റ്റ് മൈസെൽഫ്. നിനക്കതാവും. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ശരിയെങ്കിലും ചെയ്യാൻ എനിക്കാവില്ലേ? നിർമ്മലയെ കണ്ടുമുട്ടിയതിനു ശേഷം വേണ്ട വേണ്ട, അവിടെ 4 അയലത്ത് നിൽക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഇപ്പോഴത്തെ മനസ്സ് നിനക്കറിയില്ല പ്രതാപ. അവളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണ്. പകരം ഒരു ജീവിതം കൊടുക്കാനാവില്ലെങ്കിൽ ഈ വിക്രമൻ വിക്രമനല്ല. എനിക്കിന്ന് തീരെ വയ്യ സുസി. എന്ന് പറഞ്ഞാൽ മാനേജര് സമ്മതിക്കുമോ? കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതാണ് അവർക്ക് പ്രമാണം. ചത്തു കിടന്നാ പോലും എണീറ്റ് ഡാൻസ് ചെയ്യാൻ പറയുന്ന കൂട്ടരാണ്. അമ്മേ, എണീറ്റ് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. ഞാനിന്ന് ഹാളിൽ വീഴും. സർക്കസ് മൃഗങ്ങൾക്കും കാബറെ ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾ പാടില്ല. നിങ്ങൾ സംശയിക്കുന്ന പോലെ ഒന്നുമില്ല. സ്വപ്ന എന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ്. ഇവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് സാറേ. കാബരെ ആർട്ടിസ്റ്റുകളെ കാണാൻ പുറത്തുനിന്നുള്ളവരെ ഞങ്ങൾ അനുവദിക്കാറില്ല. ഈ ഹോട്ടലിന്റെ സൽപ്പേര് നിങ്ങളുടെ സൽപ്പേര് നശിപ്പിക്കാനല്ല ഞാൻ വന്നത്. എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. അങ്ങനെ വല്ല ദുരുദ്ദേശവും ഉണ്ടായിരുന്നെങ്കിൽ ഒരു 100 ക്യാമറ ആർട്ടിസ്റ്റുകളെ ഞാൻ വിലയ്ക്ക് വാങ്ങിയേനെ. ഇവിടെ വരാതെ. ചേച്ചേ, ഞാൻ സാറിനെ അവിശ്വസിച്ചല്ല. നമുക്ക് ഏർപ്പാടുണ്ടാകാം. പോൾ. പഴയ നിർമ്മല മരിച്ചുപോയി. ഞാൻ നിർമ്മലയല്ല, സ്വപ്നയാണ്. മാറ്റം നിർമ്മലയ്ക്ക് മാത്രമല്ല, എനിക്കുമുണ്ട്. ഞാൻ പഴയ വിക്രമനല്ല. ദയവായി ഞാൻ പറയുന്നു എന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനെല്ലാം മറന്നു. എന്നെ ഒന്നും ഓർമ്മിപ്പിക്കാതിരിക്കൂ. കൊലപ്പുള്ളിക്ക് പോലും അയാൾക്കുള്ളത് പറയാൻ അവസരം കൊടുക്കാറുണ്ട്. അത്രയെങ്കിലും ദയ കാണിച്ചുകൂടെ? എന്നെ കൊല്ലുകളെയായിരുന്നു ഭേദം. എന്റെ അവിവേകം ഇത്ര വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അന്ന് ഞാൻ കടിഞ്ഞാണില്ലാത്ത കുതിരയായിരുന്നു. എന്റെ തെറ്റിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് വളരെ വൈകിയാണ്. അപ്പോഴും ഒരു ആശ്വാസമുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നിർമ്മലയെ കണ്ടുമുട്ടാം. ആ കണ്ടുമുട്ടൽ ഇത്തരത്തിലായിരിക്കുമെന്ന്. നിർമ്മലയുടെ പതനം ഇത്ര ഭയങ്കരമായിരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് സ്വസ്ഥതയില്ല. എവിടെ പോയാലും ഇനി എനിക്ക് മോചനമില്ല.